മുൻപ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് എന്നുള്ള ടേം കേട്ടിട്ടുള്ളവർ ഒന്ന് കൈപൊക്കാം. അപ്പോൾ അധികം ആരും കേട്ടിട്ടില്ല എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഓക്കെ, ഞാൻ ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയൊന്നും പറയുന്നില്ല, കാരണം മോർണിംഗ് സെഷനിൽ വളരെ വിശദമായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്തു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ സാറിൻ്റെ പ്രസൻറ്റേഷൻ ആയാലും മറ്റ് പല പ്രസൻറ്റേഷനിലും അവരുടെയൊക്കെ ടോക്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആയാലും നമ്മുടെ എൻവയോൺമെൻ്റ് ആയാലും നമ്മുടെ പൊല്യൂഷനും അങ്ങനത്തെ കാര്യങ്ങൾ വളരെയധികം ഡിസാസ്റ്റേഴ്സ് നമ്മൾ ഫേസ് ചെയ്യുകയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ പിന്നെന്താണ് കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികൾ ഇങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ തന്നെയും നമ്മളെപ്പോഴും എവിഡൻസ് ബേസ്ഡ് അല്ലെങ്കിൽ എന്തെങ്കിലും അത് വളരെ ആധികാരികതയുണ്ടോ, അതൊക്കെ വെറുതെ പറയുന്നതാണോ എന്നൊക്കെ ഒരു ചെറിയ സംശയം നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. ഇല്ല, സ്വാഭാവികമായിട്ടും ആ ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുമാർ പറയുന്നതൊക്കെ ശരിയാണോ എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ വളരെയധികം ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുടെയൊക്കെ എന്താണ് വെളിച്ചത്തിലാണ് അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാനത് ഒരു സ്ലൈഡ് കാണിച്ചു തരാം. അത്തരത്തിലുള്ള പഠനങ്ങൾ, ഒന്ന് രണ്ട് പഠനങ്ങളുടെ സ്ലൈഡ്സാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. ഇത് കണ്ട മൈക്കിരിക്കുന്ന ആരാണ്? ഇത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായി? ഇതൊരു റിപ്പോർട്ടാണ്. എന്ത് റിപ്പോർട്ടാണ് പറയൂ? മൈക്കാര കയ്യില്ല, ഓൺ ചെയ്തിട്ട് പറയൂ, സംസാരിക്കുക. അതെന്ത് റിപ്പോർട്ടാണ്? വായിക്ക്, സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക്. അത് കാണാൻ പറ്റുന്നില്ല. അത് റിപ്പോർട്ടാണ്. എന്ത് റിപ്പോർട്ടാണ്? ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് 2023-18 എഡിഷൻ. അതൊരു ഗ്ലോബൽ റിസ്ക് അസസ്മെന്റ് റിപ്പോർട്ടാണ് കേട്ടോ. അത് വേൾഡ് ഇക്കണോമിക് ഫോറം നടത്തിയ ഒരു സ്റ്റഡിയാണ്, ആ ഒരു റിപ്പോർട്ടാണ്. അതിലെന്താണ് പറയുന്നതെന്ന് അറിയാമോ? എന്താ അതിൽ ചെയ്യുന്നത്? ആ റിപ്പോർട്ടിൽ എന്താ അവർ ചെയ്തിരിക്കുന്നത് അറിയാമോ? ഷോർട്ട് ടേം, ലോങ് ടേം. എന്താ ചെയ്തിരിക്കുന്നത്? അതൊരു ഗ്ലോബൽ റിസ്ക് അസസ്മെന്റ് ആണ്. നമ്മൾ ഗ്ലോബലി ഫേസ് ചെയ്യുന്ന വാട്ട് ആർ ദ റിസ്ക് വി ആർ ഫേസിങ് ഗ്ലോബലി. അതിനകത്ത് ലോങ് ടൈം, ഷോർട്ട് ടൈം ആയിട്ട് റിസ്കുകൾ നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾ നമ്മൾ ഇനി വരുന്ന വർഷങ്ങളിൽ ഫേസ് ചെയ്യുന്ന ഗ്ലോബൽ റിസ്കിനെ പറ്റിയുള്ളൊരു ആധികാരികമായിട്ടുള്ളൊരു പഠനത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു റിപ്പോർട്ടാണ്. അത് നടത്തിയത് വേൾഡ് എക്കണോമിക് ഫോറമാണ്. അതിൽ ആ ലോങ് ടേം എന്നുള്ളതിനകത്ത് നാലാമത് എന്താ പറയുന്നത്? വായിക്കുക. നാലാമത്തെ ഫോർത്ത് വൺ എന്താണ്? പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ? ബയോഡൈവേഴ്സിറ്റി ലോസ് ആൻഡ് ഇക്കോസിസ്റ്റം കൊളാപ്സ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നിയർ ഫ്യൂച്ചറിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലോങ് ടേം റിസ്ക് ആണ്. അത് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്ലൈഡ് കാണിച്ചത്. മനസ്സിലായോ? അതൊരു ഷോർട്ട് ടേം റിസ്ക് എടുത്താൽ തന്നെയും അതിലെ 18ാമത്തെ നോക്കി നോക്കൂ. 18ാമത് ഞാൻ ഈ പ്രസന്റേഷൻ ഷെയർ ചെയ്യാം. നിങ്ങൾ പിന്നെ ഇവിടെ ഞാൻ കൊടുത്തിരിക്കാം, നിങ്ങളെല്ലാം വാങ്ങിച്ചു. അറ്റ്ലീസ്റ്റ് സ്റ്റുഡൻസ് ഒക്കെ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പം ഇത് നേരത്തെയൊക്കെ സാറൊക്കെ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അതായത് ആധികാരികമായിട്ടുള്ള ചില പഠനങ്ങളിലൂടെ പറയുന്നുണ്ട് നമ്മുടെ എന്താണ് ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ എൻവയോൺമെന്റ് ഒക്കെ വളരെയധികം റിസ്ക് ഫേസ് ചെയ്യുന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് റിപ്പോർട്ട്. ഇനി ദിസ് ഈസ് അനദർ ഓൺ റിപ്പോർട്ട്. ഇതെന്ത് റിപ്പോർട്ടാണ്? കാണാമോ? അല്ലെ മൈക്ക് അടുത്ത ആളുടെ കൊടുക്കും. നെക്സ്റ്റ്, ഇതെന്ത് റിപ്പോർട്ടാണ്? നെക്സ്റ്റ് പറയൂ. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് അല്ലെ, ലിവിംഗ് പ്ലാനറ്റ് ഇൻഡെക്സ് എന്നും പറയുന്നത്. അത് ഈ റിപ്പോർട്ടിനകത്ത് ലിവിംഗ് പ്ലാനറ്റ് ഇൻഡെക്സിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. എന്താണ് അങ്ങനെ പറഞ്ഞത്? ലിവിംഗ് പ്ലാനറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറയൂ. അതൊരു നമ്മുടെ വേൾഡിലെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ സ്റ്റാറ്റസ് മെഷർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 2024 വന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പഠന റിപ്പോർട്ടാണ്. ഇത് WWF അതുപോലെ തന്നെ സൂളജിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടനും കൂടി ചേർന്ന് നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പഠന റിപ്പോർട്ടാണ്. ഇതിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്ന? ഗ്ലോബൽ ലിവിംഗ് പ്ലാനറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കാണിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? പറയൂ. മൈക്കുള്ളത് ആരാണ്? പറയൂ. കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ഒരു വൈൽഡ് ലൈഫ് പോപ്പുലേഷന്റെ ഒരു 73% വരെ ഡിക്ലൈൻ ചെയ്തു എന്നാണ്. എപ്പോഴാണ്? ഓവർ ദി ലാസ്റ്റ് 50 years. അതാണ് അസസ്മെന്റ് ചെയ്തത്. അതായത് ബേസ് 1972 they have conducted assessment between the 1972 2020. Based on their assessment, they have concluded that there is a huge decline. There is a 73% decline of the wildlife population of the world. Okay. അപ്പോൾ അതിൽ തന്നെ ഓരോരോ ഏരിയയിലുള്ളത് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്രഷ് വാട്ടർ ഇൻഡെക്സ്. ഞാനത് പ്രത്യേകിച്ചും നിങ്ങൾ ഇവിടെ പറയാൻ കാരണം, കൊല്ലത്തിൽ നമ്മുടെ എന്താണ് ഒരു റംസർ ഇന്റർനാഷണലി വളരെയധികം പ്രധാനപ്പെട്ട ഒരു വെറ്റ്ലാൻഡ് ഉള്ള ഒരു ജില്ലയാണ് നമ്മുടെ എന്ന് പറയുന്നത് കൊല്ലം. കാരണം നമ്മുടെ ഫ്രഷ് വാട്ടർ ആണ് ഏറ്റവും കൂടുതൽ ത്രെട്ട് അനുഭവപ്പെടുന്ന ഒരു ഇക്കോസിസ്റ്റമാണ്. അതിൽ നിങ്ങൾക്ക് കാണാം എന്താണ് ജനറലായിട്ട് പറയുമ്പോൾ നമ്മൾ 73% ഡിക്ലൈൻ ആണ് പറയുന്നതെങ്കിലും ഫ്രഷ് വാട്ടർ ഇൻഡെക്സ് നിങ്ങൾ നോക്കിക്കോളൂ, എത്രയാണ്? 85 ഡിക്ലൈൻ ആണ്.
കാരണം നമ്മൾ ഫ്രഷ് വാട്ടറിലുള്ള ബയോഡൈവേഴ്സിറ്റി നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് വളരെയധികം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. രാവിലെ മോർണിംഗ് സെഷനിലൊക്കെ സാറൊക്കെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ TKM കോളേജിലോ നിങ്ങൾ ധാരാളം നമ്മുടെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊക്കെ തന്നെ കൂടുതൽ എങ്ങനെ നമുക്ക് ഇത്തരം ഒരു കാര്യങ്ങൾ പൊല്യൂഷൻ ആയാലും മറ്റ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ലോസുമായിട്ടൊക്കെ എങ്ങനെ ആക്ഷനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ കൂടി വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് രണ്ട് പ്രധാനപ്പെട്ട ടേം സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട 2 ടേംസ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ സ്ലൈഡ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ്. കേട്ടിട്ടുണ്ടോ മുമ്പ്? കേട്ടോ ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് മനുഷ്യൻ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് നാച്ചുറൽ റിസോഴ്സുകൾ എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന ഡിമാൻഡ് exerted by the human being on the natural resources is usually expressed in terms of ecological footprint. നമ്മൾ എത്രത്തോളം ഡിമാൻഡാണ് നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് അല്ലെ ബയോ റിസോഴ്സിൽ എക്സെപ്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് സാറ് നമ്മൾ ഇക്കോളജിക്കൽ ഫുട്പ്രിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ എത്ര നമ്മൾ റിസോഴ്സ് എടുത്താലും അതിന് തിരിച്ച് റീജുവിനേഷൻ കപ്പാസിറ്റി ഉണ്ട്. നാച്ചർ ഇറ്റ് ഹാസ് എ ഇൻബോൺ എബിലിറ്റി ടു റീജനറേറ്റ്. ദാറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് ദി ബയോ കപ്പാസിറ്റി. നമ്മൾ സാധാരണ എന്താണ് ബയോ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടാണ് അതിനെ സയന്റിഫിക് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ഇക്കോളജിക്കൽ ഫുട്പ്രിന്റ് ഈസ് ദി വാട്ട് ഈസ് ഇക്കോളജിക്കൽ ഫുട്പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്കിരിക്കുന്ന ആൾ പറയും. ഇക്കോളജിക്കൽ ഫുട്പ്രിന്റ് എന്ന് ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞേ? അതെ, നാച്ചുറൽ റിസോഴ്സസിൽ നമ്മുടെ മനുഷ്യരുണ്ടാക്കുന്ന ഒരു ഡിമാൻഡിനെയാണ് നമ്മൾ സാധാരണ ഇക്കോളജിക്കൽ ഫുട്പ്രിന്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ബട്ട് ബയോ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? ആ നാച്ചുറിനെ റീജനറേറ്റ് ചെയ്യാനുള്ള അതിന്റെ കപ്പാസിറ്റി. ഇതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. മെഷർ ചെയ്തിട്ടുണ്ട് സയന്റിസ്റ്റുകൾ. അതിനുവേണ്ടി അവർ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഹെക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെച്ചിട്ടാണ് അതിനെ മെഷർ ചെയ്യുന്നത്. അതായത് നമ്മുടെ നാച്ചുറിന്റെ ബയോ കപ്പാസിറ്റി അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഗ്ലോബൽ ഹെക്ടർ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്ലാനറ്റിന്റെ ബയോ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1.6 ആണ് നമ്മുടെ ഗ്ലോബൽ നാച്ചുറിന്റെ ബയോ കപ്പാസിറ്റി. പക്ഷേ നമ്മുടെ ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി തന്നെ 2.5 ഗ്ലോബൽ ഹെക്ടേഴ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമുക്കൊരു സ്റ്റേബിൾ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നാച്ചർ അങ്ങനെ ഒരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ് ഷുഡ് ബി ലെസ് ദാൻ ദി ബയോ കപ്പാസിറ്റി. ഓക്കെ, പക്ഷെ നമ്മൾ എന്താണ് ഓൾറെഡി തന്നെ നമ്മൾ എന്താണ് ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ്സ് നമ്മൾ എന്ത് ചെയ്ത് വളരെ അധികം വർദ്ധിച്ചു. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. ഇനി ഇതെല്ലാം നമ്മുടെ ഈ ഒരു സ്റ്റഡീസിലുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എന്തായാലും നമ്മുടെ എൻവയോൺമെന്റും അതുപോലെ തന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയൊക്കെ വിവിധ തരത്തിലുള്ള ത്രെറ്റ് അനുഭവിക്കുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യത്തെ 3 സ്ലൈഡ് കാണിച്ചത്. ഇനി എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ ബയോഡൈവേഴ്സിറ്റി റിഡ്യൂസ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാവാനും നമ്മൾ എൻവയോൺമെന്റൽ ഡിസാസ്റ്റേഴ്സ് അല്ലെ ഡാമേജസ് ഒക്കെ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ചില ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യം പറയാം. ബയോഡൈവേഴ്സിറ്റി ലോസ് ഒക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പറയും. നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഉള്ളത്? എന്തൊക്കെ ഇഷ്യൂസ് കൊണ്ടാണ് നമുക്കിങ്ങനെ സ്പീഷീസ് ഡിക്ലൈൻ ചെയ്യും, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ലോസ് ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇതൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ്. മൈക്കാരെല്ലാം ഇരിക്കുന്ന കൈബുക്ക് മൈക്കില്ലേ? ആരെങ്കിലില്ലേ? പറയൂ, എന്തുകൊണ്ടാണ്? അല്ലെ ബാക്കിൽ കൊടുക്കുക, അടുത്ത ആൾക്കാർ ബോയ്സിന് കൊടുക്കുക. അവരാണ് കൂടുതൽ ഇതിങ്ങനെ ആക്റ്റീവ് ഇന്ററാക്ഷനൊക്കെ കൂടുതൽ പറയാൻ പറ്റുന്ന അവരാണ്. എന്തൊക്കെയാണ് നമ്മൾ അഭിമുഖീകരിക്കുക? നമ്മുടെ എൻവയോൺമെന്റിൽ അഭിമുഖീകരിക്കുന്ന നിലവിലെ ഇഷ്യൂസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഇഷ്യൂസ്? ഒരു ഇഷ്യൂസും ഇല്ലേ? പ്ലാസ്റ്റിക്കിന്റെ അത് നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പൊല്യൂഷൻ പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വേറെ എന്തുണ്ട്? പൊല്യൂഷൻ്റെ ഒക്കെ ഇഷ്യൂ ആണ്. ദെൻ നെക്സ്റ്റ് വേറെ ഒന്നുമില്ലേ? പൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത ആളിന് കൊടുക്കുന്ന ആരെങ്കിലും പറയൂ, മുന്നോട്ട് വന്ന് പറയൂ. നമ്മളെന്താണ് നിങ്ങളൊരു കാഷ്വലായിട്ട് എടുത്താൽ നമ്മൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ, ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം. എല്ലാവർക്കും അറിയില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. അത് ഞാൻ ആ സ്ലൈഡ് കൊണ്ടൊന്ന് നോക്കിയാണ് പറയുന്നത്. നമുക്ക് അറിയാത്തുള്ളതിൻ്റെ ഒരു ഷെയറിങ് അത്രയേ ഉള്ളൂ. ഇനി നിങ്ങളിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് കിട്ടുമെങ്കിൽ അതെടുക്കാൻ കൂടിയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ചിന്തയും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കും. പൊല്യൂഷൻ മാത്രമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. വേറെ ഒരു ഇഷ്യൂ ഇല്ല. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. പിന്നെ പറയൂ. പോച്ചിങ്, ഹണ്ടിങ്. ദെൻ excess use of resources. excess use of resources. Good.
അപ്പൊ ഇതെല്ലാം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് ധാരാളം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്പീഷീസ് ഡിക്ലൈനിനൊക്കെ കാരണം വന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഒരാൾ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ. ഈ ക്ലൈമറ്റ് ചേഞ്ച് യഥാർത്ഥം പറഞ്ഞാൽ പണ്ട് നിങ്ങൾ പലരും വാദിക്കുന്ന ഒരു വാദഗതിയുണ്ട്. ഇത് നമ്മുടെ പ്രകൃതിയിൽ തന്നെ പണ്ട് തൊട്ടേ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ, ടെമ്പറേച്ചർ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത് ഭൂമി ഉണ്ടായ കാലം തൊട്ടേയുള്ള പ്രതിഭാസമാണ്. അത് ഇപ്പോഴത്തെ ആൾക്കാർ എന്താണ് അതിനൊരു കൂടുതലായിട്ട് എക്സാജറേറ്റ് ചെയ്തൊക്കെ പറയുന്നതാണ്. അതാണോ ശരി? ഒരു ഡൗട്ടാണ്. ഇപ്പം നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് പറഞ്ഞു. ഈ ക്ലൈമറ്റ് ചേഞ്ച് നമ്മളിപ്പോൾ കൂടുതൽ പറയുന്നത് എന്താണ്, അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് വരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എന്താണ് പിന്നെന്താണ് നമ്മുടെ കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേറൊരു വാദഗതിയുണ്ട്. വേറെ ചില ആൾക്കാർ പറയുന്നത് എന്താണ്, ഭൂമി ഉണ്ടായിരുന്ന കാലത്തുള്ള ടെമ്പറേച്ചറിൽ ഇപ്പോൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇതിനേക്കാൾ കൂടുതലായിരുന്നു, ഇതിനേക്കാൾ കുറവായിരുന്നു, ഇതൊക്കെ നാച്ചുറലി ഉള്ളതാണ് എന്നൊരു വാദഗതിയില്ലേ. ഇതിൽ ഏതാണ് ശരി? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞ രണ്ട് തോട്ട്സ് നിങ്ങൾ മനസ്സിലായോ? നമ്മൾ ഒരു സയന്റിഫിക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർ പറയാറുണ്ട് എന്താണ്, നമ്മുടെ കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൊണ്ട് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നു, കൂടുന്നുണ്ട് അല്ലേ. പക്ഷേ ആ ഒരു ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ പണ്ട് എർത്തുണ്ടായ കാലഘട്ടം ഉണ്ടാവുന്നില്ലേ പല പല കാലഘട്ടത്തിൽ. അപ്പോൾ അതിൽ ഏതാ ശരി? അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാരുടെ വാദഗതിയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി? നിങ്ങളുടെ ഒപ്പീനിയനാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ അതിലെങ്ങനെയാണ് പറയൂ. ഒരാൾ പറയൂ എൻ്റെ ആൻസർ പറയും. നിങ്ങൾക്ക് തോന്നുന്നത് തെറ്റൊന്നും പ്രശ്നമില്ല. കാരണം നമ്മളൊരു ഇന്ററാക്ഷൻ സമയത്ത് എന്തെങ്കിലും പറയാനുള്ള ഒരു ഗട്സ്, അതാണ് നമുക്ക് ആദ്യം വേണ്ടത് സ്റ്റുഡൻസിന്. അതുകൊണ്ടാണ് തെറ്റായാലും പ്രശ്നമില്ല. ഇറ്റ്സ് നോട്ട് എ മാറ്റർ. ഇപ്പോൾ ക്ലൈമറ്റിക് ചേഞ്ച് അധികമായിട്ട് മീൻസ് കേരളത്തിൽ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കാരണം വെതർ പാറ്റേൺസ് ഒക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആന്ത്രോപജനിക് ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് വരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന വെതർ പാറ്റേൺസ് ഒക്കെ മാറി മാറി പോണത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആന്ത്രോപജനിക് ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് അധികമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, അപ്പൊ അതായത് എന്താണ്, ഈ സാധാരണ ഈ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പണ്ട് കാലത്തൊക്കെ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസ് കൊണ്ട് ദർ മേ ബി ക്ലൈമറ്റ് ചേഞ്ച്. ബട്ട് ദ ഫാക്ട് ഈസ് ദാറ്റ് ഫോർ ചേഞ്ചിങ് 0.1 degree Celsius ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം. പണ്ട് 100 1000 വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 2000 വർഷങ്ങൾ കൊണ്ടായിരിക്കും ഒരു 0.1 degree Celsius ടെമ്പറേച്ചറിലൊക്കെ ഫ്ലക്ച്വേഷൻ ഉണ്ടാവുന്നത്. പക്ഷേ ഈ ഗ്രാഫ് നിങ്ങൾ നോക്കി നോക്കൂ. 1900 ശേഷം ഇപ്പൊ നമ്മൾ 2020 വരുമ്പോൾ ഉള്ള ടെമ്പറേച്ചറിന്റെ ഒരു സ്റ്റീപ്പായിട്ട് പോകുന്നുണ്ടോ? അതൊരിക്കലും പിന്നെ എന്താണ് ഈ നാച്ചുറൽ ഫാക്ടേഴ്സ് കൊണ്ടുള്ളതല്ല. പിന്നെ അത് എന്തുകൊണ്ടാണ്? മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടെന്നാണ്, വളരെ കൂടുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ബയോളജി സ്റ്റുഡൻസിനൊക്കെ അറിയായിരിക്കാം, നമ്മൾ എക്സ്റ്റൻഷൻ അറിയായിരിക്കാം അല്ലേ. അപ്പൊ അത് അടുത്ത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഒരു എക്സ്റ്റൻഷൻ, നെക്സ്റ്റ് ലെവൽ എക്സ്റ്റൻഷൻ ആണ് വി ആർ ഫേസ് ചെയ്യാൻ പോകുന്നത്. മറ്റു പലതും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിരുന്നു, പല മാസ് എക്സ്റ്റൻഷൻസ്. പക്ഷെ നമ്മളിപ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് മാസ് എക്സ്റ്റൻഷൻ ആണ് വി ആർ ഗോയിങ് ടു ഫേസ്. അതിനൊരു എക്സാമ്പിൾ ആണ്, അതിനൊരു എവിഡൻസ് ആണ് ഈ ഒരു സ്റ്റഡിയിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ആ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് സ്റ്റീപ്പായിട്ട് പോകുന്നുണ്ടോ. പ്രത്യേകിച്ച് 1950s ശേഷം പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇപ്പോൾ ധാരാളം ഇൻഡസ്ട്രീസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴും പ്രത്യേകിച്ച് ലാസ്റ്റ് 50 years ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഷാർപ്പായിട്ടാണ് ആ ഗ്രീൻ ഹൗസ് ഈ ഒരു റീജിയനിൽ കണ്ടില്ല, അത് വളരെ ഷാർപ്പായിട്ട് ഉണ്ടല്ലോ, ഇൻക്രീസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഇവിടെ നിങ്ങൾ കാണാം ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവ് കണ്ടോ, കൂടി പോകുന്നുണ്ടോ അല്ലേ. അപ്പൊ അതെന്താണ്, മാൻ മെയ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ടാണ് ഇങ്ങനത്തെ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഈ സ്ലൈഡ് പുട്ട് ചെയ്ത്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് മാത്രം തന്നെ എന്താണ് 88% ഓഫ് ദ കൈൻഡ് എന്താണ് നമ്മുടെ ഗ്ലോബൽ സ്പീഷീസ് ഇനി നിയർ ഫ്യൂച്ചറിൽ ഡിസപ്പിയർ ചെയ്യാൻ പോകുന്നു. ഒള്ളി എന്താണ് ഇതുകൊണ്ട് മാത്രം, ഏതുകൊണ്ട് മാത്രം, അത്രയ്ക്കൊരു ഡേഞ്ചർ സോണിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത്. നമ്മൾ ഒള്ളി വളരെ ലിമിറ്റഡ് സ്പീഷീസ് ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കവർ ചെയ്തതും പിന്നെന്താണ് അസസ് ചെയ്യപ്പെട്ടതും. അതിന്റെ 8% നശിച്ചു പോകുന്നുണ്ട്. ഇനി ഏറ്റവും വലിയൊരു പ്രൊഡക്റ്റീവ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ സ്പീഷീസ് ഈവൻ എക്സ്റ്റിൻറ്റ് ഫ്രം ദ നാച്ചർ. ഈവൻ വി ആർ എന്താണ് നമ്മൾ അതിനെ കണ്ടുപിടിക്കുന്നത്, ഈവൻ വി ആർ ഡിസ്കവറിങ്, നമ്മളതിനെ ഡിസ്കവർ ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്പീഷീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റൻഷൻ ആവുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ എൻ്റെ ഒരു ചോദ്യം, ഇപ്പൊ മൈക്ക് ആരെല്ലാം ഇരിക്കുന്നത്, അടുത്ത വേറെ ആളുടെ കൊടുത്ത, നെക്സ്റ്റ് ആളുടെ കൊടുത്ത, നെക്സ്റ്റ്. അപ്പൊ എന്റെ സംശയം, നമ്മൾ ഈ എൻവയോൺമെന്റിനെയും നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെയും കൺസർവ് ചെയ്യണമോ വേണ്ടയോ? എല്ലാവരും പറഞ്ഞോ, എന്താണ് കൺസർവ് ചെയ്യണോ വേണ്ട? യെസ് പറഞ്ഞോ, കുറച്ച് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. കുറച്ച് പറയും. കൺസർവ് ചെയ്യണം. ആര് ചെയ്യും? ഹൂസ് റെസ്പോൺസിബിലിറ്റി? ആരാണ് ചെയ്യേണ്ടത്? ടീച്ചേഴ്സ് ആണോ? സയന്റിസ്റ്റ് ആണോ?
പിന്നെ ആരാണ് ചെയ്യേണ്ടത്? ഹു വിൽ ഡു? ഗവൺമെന്റ് ആണോ? വേണ്ട, ഗവൺമെന്റ് ചെയ്യണ്ടേ? ചെയ്യണം. ചെയ്യണ്ടേന്ന് ചോദിച്ചാൽ ചെയ്യണം, ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യണ്ടല്ലേ? പിന്നെ ആരാണ്? വേറെ ആരൊക്കെയാണ്? ആരാ ചെയ്യേണ്ടത്? അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ചെയ്യേണ്ടത്? ഹൂസ് റെസ്പോൺസിബിലിറ്റി? ആരുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഈ എൻവയോൺമെന്റ് ആയാലും നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയൊക്കെ കൺസർവ് ചെയ്യുക എന്നുള്ളത്? ഹൂസ് റെസ്പോൺസിബിലിറ്റി? പറയൂ, മൈക്കിരിക്കുന്ന ആളാരാണ്? പറയും. നമ്മളുടെ ഓരോരുത്തരും വളരെ കറക്റ്റ്. നമ്മൾ ഇന്ത്യക്കാരനാണെങ്കിൽ, നമ്മളൊരു ഭാരതീയനാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത്. ഇത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ട്. നമുക്കറിയാമായിരിക്കും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്നത്. ആർട്ടിക്കിൾ 51A അനുസരിച്ചിട്ട് അതിൽ G എന്ന് പറഞ്ഞ നമ്മുടെ എൻവയോൺമെന്റിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റിനെയും പിന്നെ അതുപോലെ തന്നെ ലേക്ക് ഇതുപോലുള്ള നമ്മുടെ എൻവയോൺമെന്റ്സിനെയൊക്കെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ എല്ലാ ഭാരതീയരും ഇൻവോൾവ് ചെയ്യണമെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. യഥാർത്ഥത്തിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആയാലും എൻവയോൺമെന്റൽ കൺസർവേഷൻ ആയാലും ഇതൊക്കെ നമ്മളൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഓക്കെ, നമ്മുടെ ഈ സെമിനാറിൻ്റെ ഒക്കെ തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്പുട്ട് ആയിട്ട് നമ്മളിവിടെ കിട്ടുന്ന ഡിസ്കഷൻസും അതിനെയൊക്കെ ബേസ് ചെയ്ത് സാറ് ചെയർമാൻ രാവിലത്തെ മീറ്റിംഗിൽ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ ഓൾറെഡി TKM കോളേജിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറയുന്നുണ്ടായി 40ഓളം ആക്ടിവിറ്റീസ് നടത്തി എന്നുള്ളത്. അപ്പോൾ അതുപോലെ പ്ലാസ്റ്റിക് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പിന്നെ വെറ്റ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ആക്ഷണബിൾ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും? ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണമെന്നുള്ളതല്ല. നമുക്കിവിടെ കോർപ്പറേഷൻ ഉണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്, ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഉണ്ട്, മറ്റ് ഏജൻസികളായിട്ടൊക്കെ ചേർന്നിട്ട് ആക്ഷണബിൾ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആക്ഷൻ ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇതിന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമാണ്. അത് ഞാൻ കൂടുതൽ നമുക്ക് കോർപ്പറേഷന്റെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്ന ബോഡി ഉണ്ട്. അതിനെപ്പറ്റി പറയുന്ന സമയത്ത് ഞാൻ കാര്യം കൂടി പറയാം. ഇനി നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ അന്തരീക്ഷം മലിനീകരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനൊക്കെ വേണ്ടി കുറേ നിയമ സംവിധാനങ്ങളുണ്ടല്ലേ? നിങ്ങൾ കയ്യിൽ ഒരുപാട് നിയമങ്ങളില്ല. എന്തിനാണ് ഈ നിയമങ്ങളെല്ലാം? നമ്മുടെ എൻവയോൺമെന്റ് നശിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നടപടി സ്വീകരിക്കാനോ അനുഭവത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അങ്ങനെ പറഞ്ഞ നിരവധി നിയമങ്ങളുണ്ട്. എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എൻവയോൺമെന്റിനെ സംരക്ഷിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യുകയുള്ളൂ, ഇല്ലെങ്കിൽ ചെയ്യൂലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ നിയമങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിയാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നടപടി എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറേ നിയമങ്ങളുണ്ടല്ലേ, എൻവയോൺമെന്റൽ ലാസ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. നിങ്ങൾക്ക് കാണാം, കുറേ ഉണ്ട്. എയർ ആക്ട് ഉണ്ട്, എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ വേണോ? ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ തന്നെ. ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ അത് അനുസരിക്കുള്ളൂ. അങ്ങനെയാണോ? ആണോ ചോദിച്ചാൽ അല്ലാന്ന് എല്ലാവരും പറയും. അല്ലേ? എന്താണ് പറയും? മൈക്കാരയിലായിരിക്കുന്നത് പറയൂ. അങ്ങനെയുള്ള ലോസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ചെയ്യുമ്പം ഒരു ചെയ്യരുത് എന്നൊരു തോന്നൽ വരത്തുള്ളൂ. അതല്ല എങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരു അവയർനെസ് വേണമെങ്കിൽ അത് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻവയോൺമെന്റൽ ലോസ് വേണം, ആ ഒരു ഇംപ്ലിമെന്റേഷനും വേണം. റെഗുലേഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലേ? ഞാനൊരു വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. ഇതൊരു കാനത് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയാണ് അച്ചൻകോവിലിനകത്ത് ആദിവാസി ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കുറേ ഭാഗം ഒരു ഫോറസ്റ്റിന്റെ അവർ താമസിക്കുന്ന റീജിയനിലുള്ള ഫോറസ്റ്റിന്റെ ഒരു ഭാഗം തന്നെ അവർ ഈ കാനകം എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്കോസിസ്റ്റം ഇങ്ങനെ തന്നെ അവർ കീപ്പ് ചെയ്യുമായിരുന്നു. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? അറിയാലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഈ കാനകം ഇതിനകത്ത് അവർ കയറാറില്ല, ഒരിക്കലും അവർ കയറാറില്ല. അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി, അവിടുത്തെ ബയോ റിസോഴ്സസ് ഒന്നും അവരെന്ത് ചെയ്യാറില്ല, ആക്സസ് ചെയ്യാറില്ല. ആക്സസ് ചെയ്യാതെ അവർ അതിനകത്ത് അവിടെ ഉണ്ടാകുന്ന ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ബയോ റിസോഴ്സസ് എല്ലാം തന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കും. അവരൊരിക്കലും അവിടെ കയറുകയോ അവിടെ നിന്ന് തേന് ശേഖരിക്കുകയോ അവിടെ നിന്ന് ഫ്രൂട്ട്സ് ശേഖരിക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനത്തെ അവർ തന്നെ ഒരു കൺസർവ് ചെയ്ത ഒരു റീജിയനാണ്. അപ്പൊ അവരുടെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളൊരു ഏരിയ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ധാരാളം ബട്ടർഫ്ലൈസും ധാരാളം ഹണി ബീസ് ഒക്കെ ഉണ്ടാവും. അതിനടുത്ത് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? കൂടുതൽ വിളവ് കിട്ടും. അവർക്ക് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവില്ല, മാൻ ആൻഡ് ആനിമൽ കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ അവരുടെ ഒബ്സർവേഷൻ ആയിരുന്നു ഇല്ലേ? എന്തുകൊണ്ടാണ് ഇതിന്റെ അടുത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വിളവ് കൂടുമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? മൈക്ക് അടുത്താണ്ടേ കൊടുക്കും.
നമ്മൾ ഒരു ഏരിയ ഇങ്ങനെ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്, അവിടെ അതിനടുത്ത് നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ കൂടുതൽ നമുക്ക് വിളവ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? എന്തുകൊണ്ടായിരിക്കും? അവരവിടെ അധികം പൊല്യൂട്ടഡ് ആക്കുന്നില്ല. പൊല്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ കെമിക്കൽസിന്റെ യൂസസ് അങ്ങനെ കെമിക്കലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ വേറെ എന്തുണ്ടാവും? നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടുതൽ വിളവുണ്ടാവണമെങ്കിൽ കൂടുതൽ പോളിനേറ്റിംഗ് സ്പീഷീസ് വേണം, ഇല്ലേ? ഇതൊക്കെ അവരുടെ ഒബ്സർവേഷൻ ആയിരുന്നു. അപ്പൊ എന്താണ്, ധാരാളം പോളിനേറ്റീവ് സ്പീഷീസിലേക്ക് അവരവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ ഒരു ചോദ്യം, അന്ന് ഈ നിയമങ്ങൾ എന്ത് നിയമം അനുസരിച്ചിട്ടാണ് അവരിതൊക്കെ കൺസിഡർ ചെയ്തത്? എന്ത് നിയമങ്ങൾ ഉണ്ടായിരുന്നോ? അപ്പൊ നിയമങ്ങൾ വേണമെന്നില്ല, ഇല്ലെങ്കിലും എന്താണ്, ഇതായിരുന്നു നമ്മുടെ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം. ഇതായിരുന്നു എന്താണ്, മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഒരു അഭേദ്യമായ ആത്മബന്ധത്തിലൂടെ ജീവിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു എന്തുണ്ടായിരുന്നത്, നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഈ സംസ്കാരത്തെ നമുക്ക് എന്ത് ചെയ്തു, പിന്നീട് മാറ്റം വന്നു. ഇത് കണ്ടോ, പ്രത്യേകിച്ചും 1980-കളിൽ നമ്മുടെ ജൈവ വിഭവങ്ങൾ അധികമായിട്ട് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ കൂടുതൽ വളരെയധികം ഡാമേജസ് ഉണ്ടാക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ടൊക്കെ ഉണ്ടായ ചില എൻവയോൺമെന്റൽ ഡിസാസ്റ്റർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ആയാലും, ന്യൂക്ലിയർ ഡിസാസ്റ്റർ, ചെർണോബിൽ ന്യൂക്ലിയർ ഡിസാസ്റ്റർ ആയാലും, ഓൾഡസ് ഓയിൽ സ്പിൽ ഇൻസിഡന്റ് ആയാലും, ഇതൊക്കെ എന്താണ് കുറെ നമ്മുടെ പരിസ്ഥിതിക്ക് ഹാനികരമാക്കുന്ന ഒരു ഇൻസിഡൻസ് ആണ്. ഞാൻ ഈ 2 സ്ലൈഡ് കാണിച്ചതെന്ന് വെച്ചാൽ 2 കോൺട്രഡിക്ടറി കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഫസ്റ്റത്തെ സ്ലൈഡ് എന്താ പറഞ്ഞത്, ഹ്യൂമൻ ബീങ്സ് ലിവിങ് ഇൻ ഹാർമണി വിത്ത് ദി നാച്ചർ. പക്ഷെ പിന്നീട് അതെന്ത് ചെയ്തു, ദാറ്റ് ഈസ് ചേഞ്ച്ഡ് ടു ഡിസ്ട്രക്ഷൻ, അല്ലേ? ഡിസ്ട്രക്ഷൻ ആക്കി ഇങ്ങനെ വന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ തന്നെ, ഇങ്ങനത്തെ ഒരു പ്രശ്നം, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ തന്നെ ലോകത്തിലുള്ള പല NGOസും, അതായത് മനുഷ്യൻ കൂടുതലായിട്ട് നാച്ചുറൽ റിസോഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങുകയും അതോടൊപ്പം തന്നെ നാച്ചുറിനെ കൂടുതലായിട്ട് എന്താണ് നമ്മുടെ ഡിസ്ട്രക്ഷൻ അല്ലെ പൊല്യൂഷനൊക്കെ വന്നപ്പോൾ തന്നെ ഇന്റർനാഷണലായിട്ട് പലതരത്തിലുള്ള NGOസിന്റെ പ്രഷറൊക്കെ കൊണ്ട് ചില ഇന്റർനാഷണൽ എഗ്രിമെന്റ്സും കൺവെൻഷൻസ് ഒക്കെ വന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1992 നടന്ന എർത്ത് സമ്മിറ്റ്. കേട്ടിട്ടുണ്ടോ? നമുക്ക് എർത്ത് സമ്മിറ്റ് കേട്ടിട്ടുണ്ട്? എർത്ത് സമ്മിറ്റ് കേട്ടില്ലേ? 1992 റിയോ ഡി ജനറലിൽ നടന്ന എർത്ത് സമ്മിറ്റ് ആണ്. അതിന്റെ ഒരു പാർട്ടായിട്ട് ധാരാളം കൺവെൻഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺവെൻഷനാണ് CBD. CBD കേട്ടില്ലേ? CBD CBD എന്താണ്? പറയൂ സ്റ്റുഡൻസ്, പറയൂ, ഉറച്ചു പറയും. മൈക്ക് ബാക്കിൽ കൊടുക്കും, അടുത്ത ആളുടെ കൊടുക്കും, ബാക്കിലോട്ട്. സ്റ്റുഡൻസിന് കൊടുക്കും. അതാണ് CBD അല്ലേ? കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. അതാണ് 1992 വന്ന കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. അത് എന്തിനു വേണ്ടിയാണ് CBD വന്നത്? ഇതൊരു എഗ്രിമെന്റ് ആണ്. ലോകത്തിലുള്ള രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം എന്താണ് ഒപ്പുവെച്ച ഒരു അന്താരാഷ്ട്ര ഉടമ്പടി എന്ന് പറയുന്നത്. അതാണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ട് ഓരോ രാജ്യത്തിന്റെയും എന്താണ് ബയോഡൈവേഴ്സിറ്റി ആ രാജ്യത്തിന്റെ പരമാധികാരമാണെന്നും അത് സംരക്ഷിക്കേണ്ടത് ഓരോ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ഒരു രാജ്യത്തിന്റെ ജൈവ വിഭവങ്ങളിന്മേൽ അല്ലെങ്കിൽ അവിടുത്തെ ജൈവ സമ്പത്തിന്മേൽ മറ്റൊരു രാജ്യങ്ങൾക്ക് എന്താണ് കൈ കടത്തുന്നതിനുള്ളൊരു നിയന്ത്രണം, ഇതൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു കൺവെൻഷൻ, അന്താരാഷ്ട്ര കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി വന്നത്. അതിന്റെ പ്രധാനമായിട്ട് 3 ലക്ഷ്യങ്ങളാണുള്ളത്. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഒന്ന് എന്താണ്, നമ്മുടെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് എന്താണ്, ഒരിടത്ത് എന്താണ് നമ്മുടെ ഈ കൺവെൻഷൻ വന്നെങ്കിൽ തന്നെയും അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ഉടമ്പടി വന്നുവെങ്കിലും ഇത് ഒരിടത്തും നമ്മുടെ ജൈവ വിഭവങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നില്ല. കാരണം ഇതൊരു ഫാക്റ്റാണ്. നമുക്ക് പ്രകൃതിയെയോ അല്ലെങ്കിൽ എന്താണ് ജൈവ വിഭവങ്ങളെയോ ഉപയോഗിക്കാതെ മനുഷ്യന് ഒരു നിലനിൽപ്പില്ല. പക്ഷേ പിന്നെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, അതിനെ എങ്ങനെ യൂസ് ചെയ്യണം? സസ്റ്റൈനബിൾ ആയിട്ടാണ് എന്നാണ് എന്നും നിലനിൽക്കത്തക്ക രീതിയിൽ നമ്മൾ എന്താണ് സസ്റ്റൈനബിൾ ആയിട്ട് എന്ത് ചെയ്യണം, അതിനെ ഉപയോഗിക്കണം. പിന്നെ ഇതിന് വേറൊരു കാര്യം കൂടി, ഇക്വിറ്റബിൾ ഷെയറിംഗ് കൂടിയുണ്ട്. അതായത് നമ്മുടെ ഒരു രാജ്യത്തിന്റെ ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ധാരാളം ട്രഡീഷണൽ നോളജ് ഉണ്ട്. ഈ നോളജുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോഡക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഡിസ്കവറീസ് ഒക്കെ ഉണ്ടായാൽ ആ നോളജിന്റെ ഉടമയ്ക്കും കൂടി അതെന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ബയോ റിസോഴ്സസ് ഏതാണ് നമ്മൾ ഉപയോഗിച്ചത് ആ ഏരിയയിൽ അതിന്റെ കൺസർവേഷന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ ആ റിസോഴ്സ് ഉടമയ്ക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഷെയർ ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളാണ് എക്വിറ്റബിൾ ബെനിഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ദിവസം TBGRA മോഡൽ ഓഫ് ബെനിഫിറ്റ് ഷെയറിംഗ് കേട്ടിട്ടുണ്ടായിരിക്കും. ആ കാണി ട്രൈബ്സിന്റെ നോളജ് ബേസ് ചെയ്ത് അവർ ജീവിനി എന്നുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും അതിൽ നിന്ന് കിട്ടിയ പണം എന്ത് ചെയ്തത് അവരുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു മോഡൽ അത് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതാണ് ആ ബെനിഫിറ്റ് ഷെയറിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി CBDയുടെ നിങ്ങൾ COP എന്ന് കേട്ടോ? COP കോൺഫറൻസ് ഓഫ് പാർട്ടീസ് കേട്ടോ? കോൺഫറൻസ് ഓഫ് പാർട്ടീസ്
അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ CBDയുടെ ഒരു പിന്നെ ഗവേണിംഗ് ബോഡിയാണ് നമ്മൾ സാധാരണ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. അവർ 2002 നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെന്താണ് ഒരു ഗ്ലോബൽ ഫ്രെയിംവർക്ക് നടത്തിയിട്ടുണ്ട്. അത് കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ അറിയാറുണ്ട്. കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി സംരക്ഷണത്തിന് അടുത്ത് വരുന്ന 2030 അല്ലെങ്കിൽ 2050 വരെ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ചില ഗോൾസും അതുപോലെ തന്നെ ടാർഗറ്റും സെറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെന്താണ് ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്കാണ്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പ്രധാനമായിട്ടും അച്ചീവ് ചെയ്യേണ്ട 4 ഗോൾസ് ഉണ്ട്. നമുക്ക് 2050 ആകുമ്പോൾ നമ്മൾ ഈ 4 ഗോൾസ് എല്ലാ രാജ്യങ്ങളും അച്ചീവ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു 23 ടാർഗറ്റുകളുണ്ട്. 23 ടാർഗറ്റുകൾ നമ്മൾ 2030 ആകുമ്പോൾ എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യണം. 4 ഗോൾസ് ഇതാണ്: കൺസർവേഷൻ, സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ, പിന്നെന്താണ് ബെനിഫിഷ്യറി തന്നെയാണ്. ഇതിനകത്ത് ഒരു ഗോൾ കൂടി ആഡ് ചെയ്ത്, കാരണം ഇവർ നടത്തിയ ഒരു സ്റ്റഡി അനുസരിച്ചിട്ട്, COP നടത്തിയ സ്റ്റഡി അനുസരിച്ചിട്ട് നമ്മൾ ഒരുപാട് ബയോ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദ എക്സ്പെൻഡിച്ചർ ടുവേഴ്സ് ദി കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഈസ് വെരി ലിമിറ്റഡ്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ടിന്റെ അളവിൽ വളരെയധികം ഒരു ഹ്യൂജ് ഫിനാൻഷ്യൽ ഗ്യാപ്പ് അവർ കണ്ടെത്തി. അത് കണ്ടെത്തിയത് ഏകദേശം $700 ബില്യൺ ഒരു ഫിനാൻഷ്യൽ ഗ്യാപ്പ് കണ്ടെത്തി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന എമൗണ്ടിന്റെ എന്താണ് അതല്ലെങ്കിൽ അത് കൂട്ടണം എന്നുള്ളതും കൂടി ഒരു ഗോളായിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് 2050 കൂടി അച്ചീവ് ചെയ്യേണ്ടതാണ്. ഇത് നമുക്ക് 2030 കൂടി അച്ചീവ് ചെയ്യേണ്ട കുറേ ടാർഗറ്റ്സ് ആണ്. ഓക്കെ, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ വച്ചതാണ്. ഇനി ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിലോട്ട് ഞാൻ വരാം. നമ്മുടെ CBDയുടെ ചുവട് പിടിച്ചിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് ഫോം ചെയ്യുന്നത്. CBDയിൽ നമ്മൾ ഒപ്പുവെച്ചില്ലേ? ഇപ്പൊ CBDക്കകത്ത് കുറെ നിബന്ധനകളുണ്ട്. 42 ആർട്ടിക്കിൾസ് ഉണ്ട്. CBD contain 42 articles. All the countries, those who have signed in the CBD has to follow all this or comply with that 42 articles of the CBD. ആ 42 ആർട്ടിക്കിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് എന്തുണ്ടാക്കിയത്? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 ഉണ്ടാക്കി. റൂൾസ് 2004. 2023 അതിന്റെ ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2023 അതിന്റെ ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി റെഗുലേഷൻ ഉണ്ട് 2025. ഇതനുസരിച്ചിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ബയോഡൈവേഴ്സിറ്റി ഗവേണൻസ് സ്ട്രക്ചർ ഇതാണ്. ദേശീയ തലത്തിൽ നമുക്കൊരു നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ഉണ്ട്. പിന്നെന്താണ് സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്, അങ്ങനെയാണ് വരുന്നത്. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയെ കണക്ട് ചെയ്തിട്ട് സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡുകളുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും BMCകളുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? BMC എന്ന് കേട്ടിട്ടുണ്ടോ? BMC കേട്ടിട്ടുണ്ടോ? മൈക്ക് ആരെങ്കിലും ഇരിക്കുന്നത് പറയും. ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ഏത് പിന്നെ ഗ്രാമപഞ്ചായത്തിലോ അല്ല കോർപ്പറേഷനിലാണോ വരുന്നത്? മൈക്കിരിക്കുന്ന ആരാണ്? പറയും, ആൻസർ പറയും. അടുത്ത ആളുടെ കൊടുക്കില്ലെങ്കിൽ പറയും, ഏത് കോർപ്പറേഷനിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത്? നിങ്ങൾ കോർപ്പറേഷനും വില്ലേജ് പഞ്ചായത്തൊന്നും അല്ലേ നിങ്ങൾ? ഹലോ, മൈക്കാരായിരിക്കും. ഏത് പഞ്ചായത്തിലാണ് വരുന്നത്? പറയും, മൈക്ക് പറയും. അറിയത്തില്ല. ഏത് പഞ്ചായത്തൊന്നും അറിയില്ല. അടുത്ത ആളുടെ കൊടുക്കുക. കോർപ്പറേഷനാണ്, കൊല്ലം കോർപ്പറേഷനാണ് താമസിക്കുന്നത്. അപ്പൊ എല്ലാ നമ്മുടെ കോർപ്പറേഷൻ ലെവലിലായാലും നമ്മുടെ അതുപോലെ തന്നെ പഞ്ചായത്ത് ലെവലിലായാലും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായിട്ട് ഒരു ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. നമ്മുടെ ഭൂമിത്ര ക്ലബ്ബായാലും അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ഥാപനത്തിലെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, എൻവയോൺമെന്റൽ കൺസർവേഷൻ ആക്ടിവിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ഒക്കെ ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയാൻ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളിൽ ധാരാളം ഫണ്ടൊക്കെ ഉണ്ട് അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ. പക്ഷെ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് റോഡ് നിർമ്മിക്കാനും മറ്റേ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആണ്. അവർ എന്തുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആക്ടിവിറ്റീസിൽ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള സൗണ്ട് പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും മെത്തഡോളജീസ് ഒന്നും എന്തില്ല പഞ്ചായത്തേക്കില്ല. അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ക്യാമ്പസുകൾക്ക് അല്ലെങ്കിൽ കോളേജുകൾക്കും അതുപോലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് നിങ്ങളുടെ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ 2 ദിവസത്തെ ഈ സെമിനാറിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന കുറെ ആക്ഷനബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഇന്ന കാര്യം കുറവാണ്. ഇങ്ങനെ അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു രീതിയിൽ കൺസിഡറേഷൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ധാരാളം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദർ ഇസ് നോ ഇന്റഗ്രേഷൻ. എല്ലാവരും കൂടി കോർഡിനേറ്റ്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചൊരു കളക്റ്റീവായിട്ടുള്ള എഫർട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെ ഈ ഒരു സെമിനാറിന്റെ ഓഫ് ഷൂട്ടായിട്ട് വരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് നമുക്കൊരു മോഡൽ കാണിക്കാൻ പറ്റും. ഇനി ധാരാളം ഫംഗ്ഷൻസ് ഉള്ള ഒരു ഇതാണ്. ഞാൻ BMCയുടെ ധാരാളം ഫംഗ്ഷൻസ് ഉണ്ട്. പിന്നെ ടൈം കുറവാണ്, ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പോകുന്നില്ല.
നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ പരിധിയിൽ വരുന്ന എല്ലാ ജൈവസമ്പത്തിനെയും സംരക്ഷിക്കേണ്ടതും അനധികൃതമായിട്ട് ആരെങ്കിലുമൊക്കെ പിന്നെ നശിപ്പിക്കുക എക്സ്പ്ലോയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇടപെടാൻ പറ്റിയൊരു ബോഡിയാണ് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി. അത് 11 അംഗങ്ങളുള്ള ഒരു ബോഡിയാണ്. അതിൽ പിന്നെ സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി തന്നെയാണ്, പ്രസിഡന്റ് തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള മെമ്പേഴ്സ് ആർക്കും വേണോ ആവാം, നിങ്ങൾക്കും ആവാം അതിന്റെ മെമ്പേഴ്സ്. അതിൽ നിങ്ങൾക്ക് മെമ്പേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുക. അതിലൊരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അംഗങ്ങളാകണം എന്നുള്ളതൊന്നുമില്ല. ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങളുമായിട്ട് താല്പര്യമുള്ള ആർക്കും ജൈവ വൈവിധ്യ പരിപാലന സമിതിയിൽ അംഗങ്ങളാവുകയും അതുമായിട്ട് പ്രവർത്തിക്കാനും പറ്റും. ചില അധ്യാപകരൊക്കെ ആകാറുണ്ട്, ചില സ്റ്റുഡൻസ്. ഞങ്ങൾ ഇടയ്ക്ക് ഗോവയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയിൽ കുറെ കോളേജ് സ്റ്റുഡൻസ് ആണ്. അവർ ധാരാളം സ്റ്റഡീസ് അവിടുത്തെ ആ ഏരിയയിലുള്ള പിന്നെ ഫംഗസുകളുടെയൊക്കെ ഡോക്യുമെന്റേഷൻ അവർ ചെയ്യുന്നുണ്ട്. ഈവൻ ഈ ബോട്ടണി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത എക്കണോമിക്സ് കാരനാണ് അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജൈവ വൈവിധ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോയി നോക്കിയാലും അവിടെ ഒരു പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു രജിസ്റ്റർ ഉണ്ടാകും. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും PBR? കേട്ടുണ്ടോ? ഏതെങ്കിലും സ്റ്റുഡൻസ് കേട്ടുണ്ടോ PBR? കേട്ടുണ്ട്. എങ്ങനെയാ കേട്ടത്? പറയും. ആ മൈക്ക് പുള്ളിയുടെ കൊടുക്കും, പറയും. എങ്ങനെ PBR എങ്ങനെ അറിയാന്നുള്ളത് പറയും. BMC പഠിച്ചിട്ടുണ്ട്. എന്താണ്? BMC കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ BMC കുറിച്ച് പഠിച്ചിട്ടുണ്ട്. PBR കേട്ടുണ്ട്. PBRൽ എന്താ ചെയ്യുന്നത്? എന്താ ഉൾപ്പെടുത്തുന്നത്? PBRൽ എന്താണ് ഉൾപ്പെടുത്തുന്നത്? എന്താണ് അതിന്റെ കണ്ടന്റ്? പബ്ലിക് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ആണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ബയോഡൈവേഴ്സിറ്റി പറയൂ, കറക്റ്റാണ്, പറയൂ, പറഞ്ഞോ, കുഴപ്പമില്ല. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വരുന്ന അവിടെ ഉള്ള ജീവികളുടെയൊക്കെ എണ്ണം, അല്ലെങ്കിൽ പ്ലാന്റ്സ് ആയിക്കോട്ടെ അനിമൽസ് ആയിക്കോട്ടെ, അവിടെ വരുന്ന എല്ലാവരുടെയും ഒരു എണ്ണം എടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമുള്ളൊരു അതെ. അതായത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ അവരുടെ അവരുടെ അധികാര പരിധിക്കുള്ളിൽ വരുന്ന ജൈവ വിഭവങ്ങളുടെ, അതായത് പ്ലാന്റ്സ് ആവാം, അനിമൽസ് ആവാം, മൈക്രോ ഓർഗാനിസംസ് ആവാം, അവിടുത്തെ ഇക്കോസിസ്റ്റംസ് ആവാം, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ആകെ തുകയാണ് എന്താ പറയുക പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇപ്പോഴും നമ്മൾ വളരെ പണ്ട് കാലത്തേക്ക് ഉണ്ടാക്കിയതാണ്. അതൊക്കെ ഇപ്പോൾ കാലികമായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രക്രിയയിലൊക്കെ നമുക്ക് ക്യാമ്പസുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൂടി അതിന്റെ പാർട്ട്ണർഷിപ്പ് ചെയ്ത് അല്ലെങ്കിൽ കൂടി ചേർന്നിട്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ അവരെ സഹായിക്കാൻ പറ്റും, അല്ല ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ കൊച്ചു കൊച്ചു പ്രോജക്റ്റിൻ്റെയൊക്കെ പാർട്ടായിട്ട് നിങ്ങൾ ധാരാളം അനിമൽസിൻ്റെയോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെയോ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെയൊക്കെ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ PBRൽ അപ്ഡേറ്റ് ആയി. ഇപ്പം കഴിഞ്ഞ 2-3 ദിവസം മുൻപ് ഒരു കോളേജ് തന്നെ ഒരു പത്രത്തിൽ വലിയ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊരു പഞ്ചായത്തിൽ SD കോളേജാണെന്ന് ആലപ്പുഴ, അവരെന്താണ് ഒരു ഒരു ട്രഡീഷണൽ നോളജ് ഡോക്യുമെന്റ് ചെയ്ത് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് വൈഡ് പ്രോഗ്രാമായിട്ടാണ് അവർ കണ്ടക്ട് ചെയ്തത്. അപ്പൊ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാമ്പസിലെ സ്റ്റുഡൻസ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും, PBR അപ്ഡേഷന് പറ്റും. നമ്മൾ അതുപോലെ തന്നെ ഇപ്പോഴ് ഈ പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ എല്ലാം PBR ആക്കുന്നുണ്ട്, ഇലക്ട്രോണിക് PBR. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും നിങ്ങളുടെ പ്രദേശത്ത് ഇപ്പൊ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണം ഏതാണോ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയിൽ നിങ്ങൾക്കും പോയി അവിടുത്തെ യോഗങ്ങളിൽ അറ്റൻഡ് ചെയ്യുകയും അവരുടെ ആ പ്രക്രിയകളിലൊക്കെ നമുക്കൊക്കെ ചേർന്ന് പ്രവർത്തിക്കാനും അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ജൈവ വൈവിധ്യം അല്ലെങ്കിൽ നമ്മുടെ പൊല്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് അവരുടെ ധരിപ്പിക്കാൻ പറ്റും. കാരണം നമ്മുടെ സർക്കാരിന്റെ ഓർഡർ ഉണ്ട്, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ഷുഡ് ബി ആക്ട് ആസ് എ എൻവയോൺമെന്റൽ വാച്ച് ഗ്രൂപ്പ്, പരിസ്ഥിതിയുടെ കാവൽ സംഘമായിട്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കാർ ഉത്തരവ് തന്നെയുണ്ട്. അപ്പൊ അത് അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവരുടെ ഇതിന്റെ ശ്രദ്ധയിൽ ഇതൊക്കെ പെടുത്താനൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, മുതിരാറില്ല. നമ്മൾ എല്ലാവരെയും കുറ്റം പറയാറുണ്ട് അല്ലേ, പക്ഷെ അത് നമ്മുടെ ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യാറില്ല. അപ്പൊ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ കർത്തവ്യങ്ങളാണ്. അപ്പൊ അതൊക്കെ അവരെ കൂടി എന്ത് ചെയ്യാൻ അറിയിക്കുക. ഇനി ഇത് കുറെ പിന്നെ റിസർച്ച് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സ്റ്റുഡൻസ്, നിങ്ങളുടെ സ്റ്റുഡൻസ് അല്ല, ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു, ഇതിലുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ടെന്നേ ഉള്ളൂ. അതായത് നമ്മുടെ രാജ്യത്തുള്ള ജൈവ വിഭവങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് ഉള്ള ആൾക്കാർക്ക് അക്സസ് ചെയ്യണമെങ്കിൽ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ പെർമിഷനോട് കൂടി എടുക്കാൻ പറ്റുള്ളൂ. അത് സെക്ഷൻ 3 പറയുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഗവേഷണങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ
അതിന്റെ ഫൈൻഡിങ്സ് ഒന്നും നമുക്ക് അങ്ങനെ വെളി രാജ്യത്തുള്ള ഒരാളുമായിട്ടൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ പലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. അതൊന്നും ആക്ട് അറിഞ്ഞുകൂടാതെ തന്നെ ചെയ്തത് സ്ട്രിക്റ്റ് വയലേഷൻ ആണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിന്റെ. നമ്മുടെ റിസർച്ച് ഔട്ട്കംസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഫോറിൻ നാഷണൽസോ അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായോ ഫോറിൻ കമ്പനീസുമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ചില റിലാക്സേഷൻ ഉണ്ട്. നമ്മൾ പബ്ലിക്കേഷൻ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്നതിന് പിന്നെ എതിരല്ല. അതുപോലെ ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ഈ കൊളാബറേറ്റീവ് റിസർച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ആ കൊളാബറേറ്റീവ് റിസർച്ച് പ്രോഗ്രാംസ് ആണെങ്കിൽ അവിടെയും ബാധകമല്ല. അല്ലാതെ നമുക്ക് നമ്മുടെ ഒരു റിസർച്ച് റിസൾട്ട് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റു രാജ്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പുതിയതായിട്ടുള്ള ഒരു സ്ട്രെയിൻസ്, ഒരു ഓർഗാനിസം എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അത് വേറെ രാജ്യത്തിന്റെ ഒരു റിപ്പോസിറ്ററിൽ ഡിപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് മുൻപും നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ പെർമിഷനോട് കൂടിയേ ചെയ്യാവൂ. നമ്മുടെ സ്റ്റേറ്റിലും നമ്മുടെ രാജ്യത്തിനകത്ത് കുറേ ഡെസിഗ്നേറ്റഡ് റിപ്പോസിറ്ററീസ് ഉണ്ട്. നമ്മുടെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് അനുസരിച്ചിട്ട് ഡെസിഗ്നേറ്റ് ചെയ്ത ചില റിപ്പോസിറ്ററീസ് ഉണ്ട്. അവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന സ്പീഷീസിന്റെ സ്പെസിമെൻസ് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ NBAയുടെ ഇതുപോലെ ഡെസിഗ്നേറ്റഡ് റിപ്പോസിറ്ററി ഉണ്ട്. അപ്പോൾ അതൊന്നും അറിയാതെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ അങ്ങനെ നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് നമ്മളൊരു പുതിയ സ്ട്രെയിനോ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള ബയോ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ, പേറ്റന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, NBAയുടെ NBAയിൽ രജിസ്റ്റർ ചെയ്യണം. ഇന്ത്യക്കാർക്കാണെങ്കിൽ പെർമിഷൻ വേണ്ട, രജിസ്റ്റർ ചെയ്താൽ മതി. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ വെബ് പോർട്ടലുണ്ട്, അതുവഴി നമുക്ക് രജിസ്റ്റർ ചെയ്താൽ മതി. ഫോറിൻ നാഷണൽസ് ആണെങ്കിൽ ദേ ഹാവ് ടു ഗെറ്റ് ദ പെർമിഷൻ ഫ്രം ദ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി. അപ്പോൾ അത് ചെയ്യണം. പക്ഷേ നമ്മളത് പിന്നീട് നമ്മൾ കൊമേഴ്സ്യലായിട്ട് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ NBAയുടെ അപ്രൂവൽ എടുത്താൽ മതി. ഇനി ഇത് വളരെ പ്രധാന, രാവിലെ സാറൊക്കെ സൂചിപ്പിച്ചാണ് കൊല്ലം ആശ്രാമം. അതൊരു ബയോളജിക്കൽ ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇത്ര ആരും കേട്ടുണ്ടോ? എന്താണ് ബയോളജിക്കൽ ഹെറിറ്റേജ് സൈറ്റ്? കേട്ടിട്ടുണ്ടോ? നമുക്ക് ഫോറസ്റ്റിനകത്ത് കയറാൻ പറ്റുമോ പെർമിഷൻ ഇല്ലാതെ? മൈക്ക് ആരെങ്കിലും എവിടെ മൈക്ക്? ഫോറസ്റ്റിനകത്ത് കയറാൻ പറ്റുമോ? പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ് പറ്റാത്ത? മൈക്ക് പറയും. പറയാ പറയാ. അതായത് ഫോറസ്റ്റ് ഒക്കെ നമുക്കൊരു ഫോറസ്റ്റ് ആക്ടിലെ ചില നിയമങ്ങൾ വെച്ചുള്ള സംരക്ഷിത മേഖലകൾ എന്ന് പറയാം. പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ് അത്, അല്ലെ? ആ പ്രൊട്ടക്റ്റഡ് ഏരിയാസിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യണമെന്നാണ് നമ്മൾ ഫോറസ്റ്റ് പെർമിഷൻ എടുത്തിട്ടേക്ക് നമുക്ക് പോകാൻ പറ്റും. അതൊക്കെ ചില നിയമങ്ങൾ വഴി പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയിലുള്ളതിനേക്കാളും ബയോഡൈവേഴ്സിറ്റിയാണ് ഔട്ട്സൈഡ് ഏരിയ. അവിടെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, പ്രൊട്ടക്ഷൻ കുറവാണ്. നമ്മുടെ ഫോറസ്റ്റ് ആക്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും പോവാം. പക്ഷെ നമുക്ക് എങ്കിലും നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഉള്ള റീജിയൻസ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഔട്ട്സൈഡ് ഫോറസ്റ്റ് ഏരിയയാണ് കൂടുതലുള്ളത് ഫോറസ്റ്റ് ഏരിയയെക്കാളും. അങ്ങനെയുള്ള റീജിയനിൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ സംരക്ഷിക്കേണ്ട ഏരിയ ഉണ്ടെങ്കിൽ ജൈവ വൈവിധ്യ നിയമത്തിനകത്തുള്ള സെക്ഷൻ 37 അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സംരക്ഷിക്കാൻ പറ്റും. അതിനുള്ള ഒരു പ്രൊവിഷനാണ് ഡിക്ലെയറിംഗ് ദം ആസ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്. നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് നമുക്ക് അതിനെ സംരക്ഷിക്കാൻ പറ്റും. അങ്ങനെ കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്. എവിടെയാണത്? കൊല്ലത്ത്. കൊല്ലത്ത് ആശ്രാമത്താണ്. ഇതാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്. അത് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് സെക്ഷൻ 37 അനുസരിച്ചിട്ട് ഡിക്ലെയർ ചെയ്തതാണ്. ഇതുപോലെ കലശുമല, ഇടയിലക്കാട്, അതുപോലെ തന്നെ കാലിക്കറ്റ് കൺസർവേറ്ററി, യൂണിവേഴ്സിറ്റിയിലുള്ള കൺസർവേറ്ററി, ഇതൊക്കെ നമ്മൾ ഇതുപോലെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നുണ്ട്. ഞാനിതിവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ധാരാളം ചിലപ്പോൾ പ്ലാന്റ്സിന്റെ സ്റ്റഡീസ് അല്ലെങ്കിൽ അനിമൽ ബയോഡൈവേഴ്സിറ്റി അസസ്മെന്റ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഇങ്ങനെ വളരെയധികം പ്രൊട്ടക്റ്റഡ് ചെയ്യേണ്ട ഏതെങ്കിലും ഇക്കോസിസ്റ്റംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യു ക്യാൻ റെക്കമെൻഡ്. നിങ്ങളുടെ സ്റ്റഡിയുടെ നമ്മളെപ്പോഴും ധാരാളം ഇങ്ങനത്തെ സ്റ്റഡീസ് നടത്തി റിപ്പോർട്ടും കൊടുക്കാറുണ്ട്. പക്ഷെ അതിനുശേഷമുള്ള റെക്കമെൻഡേഷനും ചിലപ്പോൾ ആ റിപ്പോർട്ടിലുണ്ടാവും. പക്ഷെ അതൊന്നും എന്ത് ചെയ്യാറില്ല, എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിക്കാറില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത്തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കേണ്ടത് ആരാണോ അവർക്ക് നിങ്ങൾ അതിന്റെ കോപ്പി കൊടുക്കുക. നേരെ സൂചിപ്പിച്ച പോലെ ബയോഡൈവേഴ്സിറ്റി സർവേ ഒക്കെ ആണെങ്കിൽ നമുക്ക് BMCയുടെ PBRൽ അപ്ഡേറ്റ് ചെയ്യാം.
പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ BMC ലെവലിൽ റെക്കമെൻഡേഷൻ ആണെങ്കിൽ അവിടെ കൊടുക്കാം, റെക്കമെൻഡേഷൻ കൊടുക്കാം. ഇനി സ്റ്റേറ്റ് ലെവൽ എന്തെങ്കിലും ഒരു പോളിസിക്ക് വേണ്ട ഒരു ഇന്റർവെൻഷൻസ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ യു ക്യാൻ സബ്മിറ്റ് യുവർ ഫൈൻഡിങ്സ് ടു കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെഷൻ 37 പ്രകാരമുള്ള പിന്നെന്താണ് സംരക്ഷിക്കേണ്ട പ്രാധാന്യമുള്ള കാര്യത്തെ നിങ്ങളുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോഡൈവേഴ്സിറ്റി ബോർഡിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഇതിന് അനന്തരം ഒരു പ്രധാനപ്പെട്ട ഒരു സെഷൻ ഉണ്ട്, സെഷൻ 38 ഓഫ് ദ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട്. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ സ്പീഷീസിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. അതായത് വളരെയധികം ത്രെട്ട് നമ്മുടെ സ്റ്റേറ്റിൽ വളരെയധികം ത്രെട്ടാണ്, വളരെ പെട്ടെന്ന് തന്നെ വംശനാശ ഭീഷണി നേരിടാൻ ചാൻസ് ഉള്ള ജീവികളെയാണെങ്കിൽ അവയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അവയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമമാണ് സെക്ഷൻ 30 ജൈവവൈവിധ്യ നിയമത്തിലുള്ള സെക്ഷൻ 38. ഇതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്പീഷീസിനെ നോട്ടിഫൈ ചെയ്യുകയും അവയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നടപടികൾ, കൺസർവേഷൻ ആക്ടിവിറ്റീസ് ഇനിഷ്യേറ്റ് ചെയ്യാനും പറ്റും. ഇത് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് നിങ്ങളുടെ എന്താണ് ഈവൻ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ പാർട്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റ് വർക്കിന്റെ പാർട്ടായിട്ടൊക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് എന്താണ്, ദിസ് സ്പീഷീസ് ഷുഡ് ബി കൺസർവ്ഡ് ഓർ ദിസ് സ്പീഷീസ് ഷുഡ് എന്താണ് ഗിവ്സ് സം സ്പെഷ്യൽ അറ്റൻഷൻ ഓർ സ്പെഷ്യൽ കൺസർവേഷൻ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ വെറുതെ റിപ്പോർട്ടിലേക്ക് വെച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ റിപ്പോർട്ടും ഫൈൻഡിങ്സും നിങ്ങളുടെ റിപ്പോർട്ട് നിങ്ങളുടെ സ്റ്റഡിയുടെ പാർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. Then what are your observation and future action plan that should be submitted to concerned authority? You can recommend to the Kerala State Biodiversity Board. അത് പ്രധാനപ്പെട്ട രണ്ട് സെഷനാണ്, സെഷൻ 37 38. ആ സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങളുടെ ഒരു മൈൻഡിൽ അതൊക്കെ വച്ചിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു സെഷൻ 39 അനുസരിച്ചിട്ടാണ് റിപ്പോസിറ്ററീസ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നമ്മളെന്താണ് ജൈവ വിഭവങ്ങൾ പിന്നെന്താണ് വേറൊരു രാജ്യത്തുള്ള ആൾക്കാർക്ക് നമ്മുടെ രാജ്യത്ത് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ പെർമിഷനോട് കൂടി മാത്രമേ അക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അക്സസ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മൾ ചില ഒരു എന്താണ് അക്സസ് ആൻഡ് ബെനിഫിഷ്യറി ഫീസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ എമൗണ്ടൊക്കെ ഈടാക്കിയിട്ട് അതിന്റെ കൺസർവേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാം. ഒരു കേസ് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഈ ഒരു MS കാർബൺ പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള ഒരു രാജ്യമാണ്, ഒരു കമ്പനിയാണ് കാർബൺ പ്ലാനറ്റ്. അവര് നമ്മുടെ മറയൂരിൽ നിന്നും കുറച്ച് പിന്നെന്താണ് ചന്ദനത്തിന്റെ സാൻഡൽവുഡിന്റെ ചന്ദനത്തിന്റെ സീഡ് കളക്ട് ചെയ്തു. അപ്പോൾ അവരെന്താ ചെയ്തത്, ചിലർ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയിലാണ് അപ്ലൈ ചെയ്തത്, ഞങ്ങൾക്ക് മറയൂർ സാൻഡലിന്റെ കുറച്ച് സീഡ് വേണമെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്തു. അപ്പോൾ അവർ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന് അയച്ചു. അത് കൊടുക്കാമോ കൊടുക്കണ്ടേ, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ മറയൂർ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയോട് ചോദിക്കും കൊടുക്കാമോ. അവർ അങ്ങനെ അതനുസരിച്ചിട്ടാണ് സീഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ കമ്പനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ നമ്മൾ അക്സസ് ആൻഡ് ബെനിഫിഷ്യറി ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ എമൗണ്ട് അതിന് ഈടാക്കും. അന്ന് NBAക്ക് കിട്ടിയത്, നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി, ഈ ഒരു ട്രാൻസാക്ഷനിലൂടെ 2 ലക്ഷം രൂപയാണ് കിട്ടിയത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പിന്നെന്താണ് ആ പൈസ അടുത്ത് എന്ത് ചെയ്യണം, നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ആ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിനോട്ട് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ആ എമൗണ്ടിനെ മുഴുവനും മറയൂർ ബയോഡൈവേഴ്സിറ്റി ഗ്രാമപഞ്ചായത്തിലെ BMCക്ക് മറയൂർ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് മറയൂർ BMC എന്ത് ചെയ്തു, അവിടുത്തെ കൺസർവേഷൻ ആക്ടിവിറ്റി നടത്തി. അപ്പോൾ ഇതൊരു ആക്ടിന്റെ ഒരു പ്രൊവിഷനാണ്. എന്താണ്, വേറെ ഒരു രാജ്യത്തുള്ള ഒരു കമ്പനി നമ്മുടെ കേരളത്തിലുള്ള ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് ഈ ആക്ടിലൂടെ വിഭാവനം ചെയ്യുന്നത്. ഒരിക്കലും ജൈവ വിഭവങ്ങൾ അക്സസ് ചെയ്യുന്നതല്ല, നമ്മളിതിനെന്താണ് അത് റെഗുലേഷനാണ്. അതിൻ്റെ നിയന്ത്രിത രീതിയിൽ ജൈവ വിഭവങ്ങൾ എടുക്കുകയും അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതാണ് ആക്ടിൽ ഒരു വിഭാവനം ചെയ്യുന്ന ഒരു കാര്യം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കേസ് സ്റ്റഡി നിങ്ങൾ പറഞ്ഞു തന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യുമ്പോൾ ഉള്ള റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങൾ റിസർച്ചേഴ്സ് കുറവായിട്ട് ഞാൻ അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പിന്നെ നിങ്ങൾ എന്തെങ്കിലും സ്റ്റഡീസിന്റെ പാർട്ടായിട്ടൊക്കെ നമ്മൾ ട്രഡീഷൻ നോളജ്, ധാരാളം കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രഡീഷൻ നോളജ്. അപ്പോൾ പിന്നെ എന്താണ് ട്രൈബ്സിന്റെ ഇടയിലൊക്കെ ഡോക്യുമെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ PBR ഉൾപ്പെടുത്താം. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റേഷൻ എല്ലാം അവരുടെ ഒരു പ്രയർ ഇൻഫോംഡ് കൺസെന്റ് ഉണ്ട്, കൺസെന്റോട് കൂടി മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം ഈ ഒരു ഡോക്യുമെന്റിന്റെ ഒരു നോളജ് ഒരാളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്, ഭൗതിക സ്വത്താണ്. അപ്പോൾ അത് സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി അതിലുള്ള കാര്യങ്ങൾ IPR പോലുള്ള കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അത്തരം ഡോക്യുമെന്റേഷൻസ് നടത്താവൂ നിങ്ങൾ. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കും ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടോ എന്നുള്ളതല്ലേ. അതായത് നമ്മുടെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിൽ തന്നെ സെക്ഷൻ 55 അനുസരിച്ചിട്ട് നമുക്കത് പെനാൽറ്റി ഇമ്പോസ് ചെയ്യാം. എത്രയാണോ 1 ലക്ഷം മുതൽ 1 കോടി വരെ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് ഇതിനകത്ത്. അത് ചെയ്യുന്നതും ചില പിന്നെന്താണ് നമ്മുടെ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ഓർഡേഴ്സ് വയലേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആക്ടിൽ ഏതെങ്കിലും പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്താലോ ഒരു അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്ന ഒരു ഓഫീസർ ഉണ്ട്. നമ്മുടെ കേരളത്തിലെ എൻവയോൺമെന്റൽ സെക്രട്ടറിയാണ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ. അദ്ദേഹത്തിന് പെനാൽറ്റി ചെയ്യാനുള്ള പവർ ആക്ട് അനുസരിച്ചിട്ട്.
ഇനി ഞാൻ കുറച്ച് ബയോഡൈവേഴ്സിറ്റി പോയിട്ട് ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് കേരളത്തിൽ നിങ്ങൾക്കൊരു ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം കേട്ടുണ്ടാരെങ്കിലും? ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം കേരളത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി മ്യൂസിയമാണ്. തിരുവനന്തപുരത്ത് വള്ളക്കടവിലുണ്ട്. ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ കീഴിലുള്ള ഒരു മ്യൂസിയമാണ്. അപ്പോൾ അത് നിങ്ങൾ സമയം കിട്ടുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ വരികയും അവിടെ കാണുകയും ചെയ്യാൻ പറ്റും. നമ്മുടെ കുറേ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്, ബോർഡ് ചെയ്യുന്നുണ്ട്. പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി റിസർച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ മറൈൻ ബയോഡൈവേഴ്സിറ്റി ഏറ്റവും നമ്മൾ എപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നത് നമ്മുടെ എന്താണ് ഇൻലാൻഡ്, നമ്മുടെ സാധാരണ പ്രദേശത്തുള്ള ബയോഡൈവേഴ്സിറ്റിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ബയോഡൈവേഴ്സിറ്റി പോലെ തന്നെ പിന്നെന്താണ് മറൈൻ ബയോഡൈവേഴ്സിറ്റി വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ മറൈൻ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്യാറുണ്ട്, ഈ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതുപോലെ രാവിലെയൊക്കെ സാറൊക്കെ സൂചിപ്പിച്ചവരെ നമ്മുടെ പഴയ നെറ്റൊക്കെ കുടുങ്ങിയിട്ട് ഫിഷസിനൊക്കെ വളരെയധികം ഹാർംഫുൾ എഫക്റ്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു സ്റ്റഡി നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഗോസ്റ്റ് നെറ്റ്, ഇവർ ഉപയോഗിച്ച വലകൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് അതെന്താണ് വളരെയധികം ഡാമേജസ് ഉണ്ടാകുന്ന അതിനെപ്പറ്റി ഉള്ളൊരു സ്റ്റഡി, അതിൻ്റെ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിസി റെക്കമെൻഡേഷൻ ആയിട്ട് സർക്കാരിന് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു സ്റ്റഡി നമ്മൾ തിരുവനന്തപുരം കോസ്റ്റായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി കോൺഗ്രസ് നടത്താറുണ്ട്, ചിൽഡ്രൻസ് ബയോഡൈവേഴ്സിറ്റി കോൺഗ്രസ് നടത്താറുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ഡിഗ്രിക്കുള്ള സ്റ്റുഡൻസിനൊക്കെ അതിൻ്റെ പ്രോജക്റ്റ് നമ്മളിപ്പോഴും അതിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ സൈറ്റിൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബയോഡൈവേഴ്സിറ്റി കോൺഗ്രസ്സിലെ ഹോംസ്റ്റെഡ് ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ് വർക്കുകളൊക്കെ ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആണെങ്കിൽ അതൊക്കെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇതിനകത്തുണ്ട്. നിങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. പിന്നെ കുറേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം കൺസർവേഷൻ അവാർഡുകൾ നൽകാറുണ്ട്. നല്ല രീതിയിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യുന്നവർക്ക് പിന്നെ നമ്മൾ അവാർഡുകൾ ചെയ്യുന്നുണ്ട്. DQ അറിയാമോ? കുറച്ചു പറയാം. DQ അറിയാമോ? DQ കേട്ടിട്ടില്ലേ? അറിഞ്ഞൂടെ? ഉറച്ചു പറയും. മയക്കാരല്ല, ഉറച്ചു പറയും. ഇത് ചോദിച്ചൊരു ആൻസർ പറയും, ഉറച്ചു പറയും. അറിയാമോ? അറിഞ്ഞൂടെ? ഉറച്ചു പറയും. പേടിക്ക് എന്താ? എത്ര പേർക്ക് ചെറുവയൽ രാമനെ അറിയാം? ചെറുവയൽ രാമൻ ആരാണെന്നല്ലേ? അതാണ് നമ്മുടെ പിന്നെ നിങ്ങളെന്താണ് സി ജനറേഷനാണ്, അത് ആൽഫയാണ്? ഏത് കിഡ്സാണ്? അതൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്കെന്താണ് ദുൽഖർ സൽമാനെയും അല്ലെങ്കിൽ അതുപോലെ പിന്നെന്താണ് കല്യാണിയൊക്കെ നമുക്കെന്താണ് എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആണ്. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും കൂടി തടിച്ചുകൂടും. പക്ഷെ ഇവിടെ ചെറുവയൽ രാമൻ വന്നു കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും അവരെ കാണാൻ, അദ്ദേഹത്തിനെ കാണാൻ ഇൻട്രസ്റ്റ് ആർക്ക് അറിയാമോ? നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെന്നുള്ള ആളുടെ കൈവക്ക്. ചെറുവയൽ രാമൻ പത്മശ്രീയൊക്കെ കിട്ടിയ ആളാണ്. പത്മശ്രീയൊക്കെ കിട്ടിയ ആളാണ്. ഇനി പോയിട്ട് വീണ്ടും നിങ്ങൾ പോയിട്ട് ഗൂഗിൾ അടിച്ചു നോക്കണം ആരാണ് ചെറുവയൽ രാമൻ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ അതായത് നമ്മുടെ പിന്നെന്താണ് ജൈവ വൈവിധ്യം, സാറൊക്കെ രാവിലെ പറഞ്ഞ പോലെ ബയോഡൈവേഴ്സിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. അത് വിവിധ തരത്തിലുള്ള ഒരു സ്പീഷീസിനകത്ത് തന്നെയുള്ള പിന്നെന്താണ് വിവിധ തരത്തിലുള്ള ജീനുകൾ അതിനെ സംരക്ഷിക്കുക. ഇപ്പം ചെറുവയൽ രാമനാണെങ്കിൽ ഒരുപാട് നെല്ലിന്റെ തന്നെ വളരെയധികം വെറൈറ്റീസ് സംരക്ഷിക്കുന്ന ഒരു കർഷകനാണ് ചെറുവയൽ രാമൻ എന്ന് പറയുന്നത്. വയനാട്ടിലുള്ള ഒരു കർഷകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വന്തം പൈസ ഉപയോഗിച്ചിട്ടാണ് കൺസർവ് ചെയ്യുന്നതിനൊന്നും ആരും എന്താണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു സാമ്പത്തിക നേട്ടവും ഇല്ല. സാധാരണ നമ്മൾ കൃഷി ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ 1-2 വിത്തിനങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. വളരെ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള വിത്തുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ധാരാളം വിത്തിനങ്ങളുണ്ട്. അതിനകത്തെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ജീൻസ് ഉണ്ട്. അപ്പോൾ ഒരാൾ പരമ്പരാഗതമായിട്ടുള്ള പല 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 വിത്തിനങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ജീൻ പൂൾ അല്ലെങ്കിൽ ഒരു ജീനിന്റെ ഒരു ശേഖരമാണ് അദ്ദേഹം സംരക്ഷിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പൈസ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് വളരെ നഷ്ടത്തോടു കൂടിയാണ് ചെയ്തത്. അതിന് യാതൊരു പ്രോഫിറ്റും ഇല്ല അങ്ങനെ കൺസർവ് ചെയ്യുന്നുണ്ട്. അത് ആർക്ക് വേണ്ടിയാണ്? നമുക്കും കൂടി വേണ്ടിയാണ്. എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ ജീനുകളൊക്കെ ഒരിക്കലും ഒരുപക്ഷെ ഫ്യൂച്ചറിൽ ക്ലൈമറ്റ് ചേഞ്ച് ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ക്ലൈമറ്റ് റെസിസ്റ്റന്റ് വെറൈറ്റിയൊക്കെ നമുക്ക് നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ട്രഡീഷണൽ ആയിട്ടുള്ള വെറൈറ്റീസിലുള്ള ജീൻസിൻ്റെ ഒക്കെ ആവശ്യം വരും. ആ സമയത്ത് നമുക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ കർഷകരൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കൂടി നമ്മൾ ഒരിക്കലും പിന്നെ എന്താണ് ഫിലിം ആക്ടേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ അവരോട് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ ഒക്കെ അതൊരു വേറെ തലമാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഏരിയയിൽ നമ്മുടെ ജൈവവൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ധാരാളം വ്യക്തികളുണ്ട്. അവരെ പറ്റി കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ആ ചെറുവയൽ രാമൻ പോലുള്ള അങ്ങനെ ജൈവവൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെ കൂടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പൊ അതിനുവേണ്ടി ജൈവവൈവിധ്യ ബോർഡ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ അവാർഡുകൾ കൊടുക്കാറുണ്ട്.
ഏകദേശം 12 ഏരിയയിൽ കൊടുക്കാറുണ്ട്. ഈ ക്യാമ്പസുകൾക്ക് അപ്ലൈ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ക്യാമ്പസ് അവാർഡും എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. ഈ വർഷത്തെ നമ്മുടെ അവാർഡ് ഈ വരുന്ന നെക്സ്റ്റ് മന്ത് 7-ാം തീയതി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത വർഷത്തിൽ ഉടനെ തന്നെ വിളിക്കും. അതുപോലെ തന്നെ നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഫെലോഷിപ്പ് ഉണ്ട്. നിങ്ങളിപ്പം എന്താണ് ഡിഗ്രി കഴിഞ്ഞിട്ട് PG ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ PhD ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാ വർഷവും 6 ഡോക്ടർ ഫെലോഷിപ്പുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന താല്പര്യമുള്ള കുട്ടികൾക്ക് അത് പിന്നെ 4 സ്കീമുണ്ട്. നമ്മളൊരു പുതിയ സ്കീം ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പെയ്ഡ് ഇന്റേൺഷിപ്പ്. നിങ്ങൾക്ക് ഇന്ന് ഇന്റേൺഷിപ്പ് നമ്മൾ വിളിക്കും. താല്പര്യമുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മന്ത്ലി ഒരു ചെറിയ റെമ്യൂണറേഷൻ അത് വെച്ച് തരാം. അത് പിന്നെ PG കഴിഞ്ഞ സ്റ്റുഡൻസിനാണ്. ഡിഗ്രി സ്റ്റുഡൻസ് അല്ലേ നിങ്ങൾ. ഇപ്പോൾ ഡിഗ്രി PG കഴിഞ്ഞ നിങ്ങളുടെ ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പെയ്ഡ് ഇന്റേൺഷിപ്പ് സ്കീമുണ്ട്. അല്ലാത്ത സാധാ ഇന്റേൺഷിപ്സ് ഉണ്ട്. പിന്നെ അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ധാരാളം ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബുകളുണ്ട്. നമുക്ക് സ്റ്റേറ്റിൽ ഏകദേശം 2500ഓളം പിന്നെ ക്യാമ്പസുകളിലെ ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബുകളുണ്ട്. പിന്നെ ധാരാളം ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആക്ടിവിറ്റീസ് നമുക്കിപ്പോൾ നിലവിൽ തന്നെ 35ഓളം ഗവേഷണ സ്ഥാപനങ്ങളിലും കോളേജുകൾക്കൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തിട്ട് അവരുമായിട്ട് ചേർന്നിട്ട് ധാരാളം ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈവൻ നമ്മുടെ വൈൽഡ് ആൻഡ് അണ്ടർ യൂട്ടിലൈസ്ഡ് പ്ലാന്റ്സിനെ പറ്റിയുള്ള സ്റ്റഡി കേരളം മുഴുവനും നടത്തുന്നത് 18 ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മൾ ചേർന്നിട്ട് 1.5 കോടിയോളം രൂപ സ്പെൻഡ് ചെയ്തിട്ട് മറ്റു പല ഗവേഷണ സ്ഥാപനങ്ങളായിട്ട് ചേർന്ന് നടത്തുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ എന്താണ് വെള്ളയണി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയായിട്ട് ചേർന്നിട്ട് 1.25 ക്രോർസ് യൂട്ടിലൈസ് ചെയ്ത് അവിടുത്തെ നമ്മുടെ ട്രഡീഷണൽ വെറൈറ്റീസിന്റെ കൺസർവേഷൻ പ്രോജക്ട്സ്, അങ്ങനെ ത്രൂ ഔട്ട് കേരള ധാരാളം കൺസർവേഷൻ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. ഞാനിത് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു നോവൽ കോൺസെപ്റ്റ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നോവൽ പ്രോജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങളുടെ എന്തെങ്കിലും സ്റ്റഡിയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഒക്കെ വളരെ യൂസ്ഫുൾ ആണെങ്കിൽ എന്ന് തോന്നുകയാണെങ്കിൽ അത്തരം പ്രോജക്റ്റുകൾക്ക് നമ്മളുമായിട്ട് ചേർന്ന് ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബോർഡ് നൽകി വരുന്നതിനുള്ള വളരെ സ്കോപ്പ് ഉള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നമ്മൾ അതുപോലെ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം പറയുകയാണ്. അതായത് നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം 65 ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഇതുപോലുള്ള കോളേജുമായിട്ടൊക്കെ ചേർന്നിട്ട് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ അവയർനെസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഈ വർഷവും അതുപോലെ 100ഓളം സ്ഥാപനങ്ങളായിട്ട് നമ്മൾ മാത്രമല്ല മറ്റ് ഇതുപോലുള്ള ക്ലബ്ബുകളോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളൊക്കെ ചേർന്നിട്ട് കേരളം മുഴുവൻ ഈ വർഷവും 75ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇത്തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഒരു സംശയം, എന്തിനാണ് ഈ അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ? മൈക്ക് ആരെയെത്തി? മൈക്ക് എവിടെ എത്തി? എന്തിനാണ് ഈ അവയർനെസ് പ്രോഗ്രാം നടത്തുന്നത്? അത് പറഞ്ഞിട്ട് ഞാൻ മതിയാക്കാം. എന്തിനാണ് ഈ അവയർനെസ് പ്രോഗ്രാംസ്? ഇപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെന്താ കോളേജിൽ ധാരാളം അവയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. നമ്മുടെ പല സ്ഥാപനങ്ങളിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഒരാൾ പറയും, ആരെങ്കിലും പറയും, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് അവയർനെസ് പ്രോഗ്രാംസ്? ചുമ്മാ ചെയ്യുന്നതാണ്. എന്താണ് പറയും? ആർക്കൊരു അഭിപ്രായം ഇല്ലേ? എന്തെങ്കിലും ഒരു ആൻസർ പറയും. അത് നമ്മൾ ഇങ്ങനത്തെ അവയർനെസ് ചെയ്യുമ്പോൾ എത്താതുകൊണ്ട് കിട്ടുന്ന അപ്പൊ അതിന്റെ ഔട്ട്കം എന്തായിരിക്കും? നമ്മൾ ഇതിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണല്ലോ. നമ്മൾ ഇത്തരത്തിലുള്ള ഇന്ററാക്ഷൻ, അവിടെ പറയുന്ന ഇന്ററാക്ഷനാണ് വേണ്ടത്. നിങ്ങളൊക്കെ ഒരു ഉറക്ക മൂഡിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിന് ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. നമ്മൾ എന്താണ് ഇതിനൊക്കെ പറ്റിയൊരു നമുക്കൊരു ബോധവൽക്കരണം, അവയർനെസ് ആണ്. മനുഷ്യന് അങ്ങനെ ഒരു അവയർനെസ് വേണം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ മനുഷ്യനൊരു ടെൻഡൻസി ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇഷ്ടപ്പെടാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? നമുക്ക് ആരെങ്കിലും ഒരാൾ പഠിപ്പിച്ചു തന്നാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി അതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാവും. അങ്ങനെ അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ അവയർനെസ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുള്ളൂ? അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുള്ളൂ. നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനം അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ പ്രണയിക്കുമെന്ന് പറയാം. നമുക്കിപ്പോൾ എന്താണ് ഒരാളിനെ പ്രണയിക്കണമെങ്കിൽ നമ്മൾ അവനെ ആദ്യം എന്ത് ചെയ്യണം? അയാളെ പറ്റി നന്നായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നമുക്ക് മനസ്സിലായ ഒരു വ്യക്തിയിലെ നമ്മൾ പ്രണയം തോന്നുള്ളൂ. ഏത് വസ്തു ആയാലും ശരി തന്നെ, വ്യക്തിയായാലും തന്നെ നമ്മൾ അതിനെ ആദ്യം എന്ത് ചെയ്യും? മനസ്സിലാക്കണം. മനസ്സിലാക്കിയാലും നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പ്രണയിക്കുള്ളൂ, അല്ലേ? അപ്പൊ മനസ്സിലാക്കി തരുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ നമുക്ക് എന്താണ് ഒബ്സർവേഷനിലൂടെ വേണം. അങ്ങനത്തെ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും എന്ത് ചെയ്യണം? പഠിപ്പിച്ചു തരണം, അല്ലെ? അത്തരത്തിലുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സെമിനാറിലൂടെ. അപ്പൊ അങ്ങനെ എന്താണ് നമ്മൾ പ്രണയിച്ച എന്താ ഒരു കാര്യം? നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ, ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ പ്രണയിച്ച എന്താ പ്രത്യേകത? മനുഷ്യന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ പ്രണയിക്കുന്ന വസ്തുക്കളെ നമ്മൾ കൂടുതൽ സംരക്ഷിക്കുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല. ഒരു ബാബ ദിയോം എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റലിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഡൽഹിയിലെ IUCN ഒരു മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, വി വിൽ കൺസർവ് ഓൺലി ദ തിങ്സ് ദാറ്റ് വി ലവ്. To love something we have to teach, we have to understand that.
ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സമ്മൺ ഹാസ് ടു ടീച്ചസ്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, അതിനെ മനസ്സിലാക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്നത് അല്ലെ പ്രണയിക്കുന്നത്. ആ പ്രണയിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത്. വളരെ ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രകൃതിയെ പ്രണയിക്കാൻ വേണ്ടി ഉള്ള പഠനമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിലുള്ള ഏകദേശം 100-100ഓളം സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നിട്ട് ഇത്തരം അവയർനെസ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഇത്രയും നേരം കുറച്ച് പേരെങ്കിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടോ? എന്തെങ്കിലും കണ്ട് ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട്സോ? ഗുഡ് മോർണിംഗ് സർ. ഞാൻ വന്നിട്ട് ഇപ്പോൾ സെക്കൻഡ് ഇയർ പി ജി ചെയ്യാണ്. അപ്പോൾ സാക്രഡ് ഗ്രൂപ്പ്സ് വന്നിട്ട് റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി, സാക്രഡ് ഗ്രൂപ്പ്സ് റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും പ്രോജക്റ്റ് ഓൺഗോയിങ് ആയിട്ടുണ്ടോ സാക്രഡ് ഗ്രൂപ്പ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മൾ ഒരു മാസം മുൻപ് വരെ നമ്മൾ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു, എക്സ്ക്ലൂസീവ്ലി ഫോർ കൺസർവേഷൻ ഓഫ് ദ സാക്രഡ് ഗ്രൂപ്പ്സ് ത്രൂ BMC, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി. അപ്പോൾ നിങ്ങൾക്കും ഏതെങ്കിലും അങ്ങനെ സാക്രഡ് ഗ്രൂപ്പ്സിനെ കൺസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് BMCയുടെ പരിധിയിലാണോ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവരാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ടെക്നിക്കൽ നോ ഹൗ അവർക്ക് കൊടുക്കാം. പ്രൊപ്പോസൽസ് ആയിട്ട് അവർ പ്രൊപ്പോസൽ അയക്കുകയാണ് എങ്കിൽ നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഓൾറെഡി എത്തിക്കഴിഞ്ഞു പല BMCന്നും. ആ BMCകൾക്ക് നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തിട്ട് സ്റ്റഡി ചെയ്യുകയും ചെയ്യും. നമ്മൾ അത്തരത്തിലുള്ള കുറേ പഠനങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള സാക്രഡ് ഗ്രൂപ്പ്സിനെ പറ്റുന്നതിനെയൊക്കെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട്, കാരണം ഇപ്പോൾ കൂടുതലും സാക്രഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞില്ല, അതിനെ മുഴുവൻ ബയോഡൈവേഴ്സിറ്റിയെ റിമൂവ് ചെയ്തിട്ട് കൂടുതൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ കൺസർവേഷൻ വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഇതായിട്ടുള്ള രീതിയിൽ നമ്മളിപ്പോൾ എന്താണ് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനെ പണ്ട് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമ്മൾ വിളിച്ചിരുന്നു, ഡേറ്റ് കഴിഞ്ഞു ഇല്ല, 1 മന്ത് കഴിഞ്ഞു. ഓക്കെ സർ, താങ്ക് യു. അപ്പോൾ നമ്മുടെ സൈറ്റിൽ നോക്കിയത് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഇത്തരത്തിലുള്ള ധാരാളം പ്രോജക്റ്റുകൾ ഫോളോ ചെയ്യാറുണ്ട്. ഒരുപാട് നമ്മളിപ്പം എന്താണ് ക്യാമ്പസുകളിൽ, അതുപോലെ തന്നെ ട്രഡീഷണൽ നോളജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ എന്താണ് അവയർനെസ് എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്കീംസ് ഉണ്ട്. അതിപ്പോൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം സ്കീംസ് നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ കാണും. ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും സമയം കിട്ടുമ്പോൾ ഇതിലൊരു QR കോഡുണ്ട്. ഈ QR കോഡിൽ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം, സ്റ്റുഡൻസ് എന്തെങ്കിലും ഇഷ്യൂസ് അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ആരാണ് സബ്മിറ്റ് ചെയ്തതെന്ന് അറിയില്ല, ആരാണ് ചെയ്തതെന്ന് അറിയാതെ നമുക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് നമുക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടി. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചില സ്റ്റുഡൻസിന് എന്തെങ്കിലും പ്രശ്നം, നിങ്ങൾ ഒരുപക്ഷെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആക്ടിവിറ്റിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടാവും, പക്ഷെ എന്തെങ്കിലും ഹർഡിൽസ് ഉണ്ടാവും. അപ്പോൾ ആ ഹർഡിൽസ് നിങ്ങൾക്ക് എന്താ പറ്റും, ബോർഡിനെ അറിയിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ QR കോഡ് സ്കാൻ ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്തില്ലെങ്കിൽ വേറെ വെബ്സൈറ്റ് ഉണ്ട്, www.menti.com/AL4A65SD5N26 നിങ്ങളെ മൊബൈൽ അടിച്ച് ഇപ്പോൾ തന്നെ കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്തിട്ട് അയക്കുക. ഓക്കെ, അത് നമ്മുടെ മെന്റിമെന്റ് ഒരു ആപ്പാണ്, ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ അങ്ങനെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചതാണ്. ടൈം കുറവായിട്ട് ഞാൻ മതിയാക്കുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ